സ്റ്റീവ് ജോബ്സ്, ചെറുപ്പക്കാരനും അതിമോഹവുമായ സ്വപ്നജീവി, ടെക് വ്യവസായത്തിന്റെ ഗതിയെ എന്നേക്കുമായി രൂപപ്പെടുത്തുന്ന ഒരു ശ്രദ്ധേയമായ യാത്രയിലേക്ക് തന്റെ കാഴ്ചപ്പാടുകൾ സ്ഥാപിക്കുന്നു. ഇലക്ട്രോണിക്സിനോടുള്ള തന്റെ അഭിനിവേശം തിരിച്ചറിഞ്ഞ ജോബ്സ്, സാങ്കേതികവിദ്യയുടെ ലോകത്തെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും സൃഷ്ടിക്കാൻ വോസ്നിയാക്കിനൊപ്പം ചേരുന്നു. നിശ്ചയദാർഢ്യത്തോടെ, ജോബ്സും വോസ്നിയാക്കും പേഴ്സണൽ കമ്പ്യൂട്ടിംഗിന്റെ മാനദണ്ഡങ്ങളെ വെല്ലുവിളിക്കാൻ തയ്യാറായി ആപ്പിൾ കമ്പ്യൂട്ടർ കണ്ടെത്തി. ആപ്പിളിന്റെ ആസ്ഥാനത്തിനുള്ളിൽ, നേതൃത്വപരമായ വൈരുദ്ധ്യങ്ങളും വിജയിക്കാനുള്ള സമ്മർദ്ദവും ജോലിയെയും കമ്പനിയുടെ ഭാവിയെയും ബാധിക്കുന്നു. ആപ്പിളിൽ നിന്ന് പിരിയുമ്പോൾ ജോബ്സിന് അപ്രതീക്ഷിത തിരിച്ചടി നേരിടേണ്ടിവരുന്നു, പക്ഷേ നവീകരണത്തോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം വഴങ്ങുന്നില്ല. ആപ്പിളിൽ നിന്നുള്ള വിടവാങ്ങലിൽ നിന്ന് പിന്മാറാതെ, സാങ്കേതികവിദ്യയുടെ അതിരുകൾ ഒരിക്കൽ കൂടി മറികടക്കാൻ തയ്യാറായി ജോബ്സ് നെക്സ്റ്റ് കമ്പ്യൂട്ടർ സഹസ്ഥാപിച്ചു. ക്രിയേറ്റീവ് പവർഹൗസായ പിക്സർ ആനിമേഷൻ സ്റ്റുഡിയോ ആയി മാറുന്നതിന് അടിത്തറയിട്ടുകൊണ്ട് ജോബ്സ് ദി ഗ്രാഫിക്സ് ഗ്രൂപ്പിനെ ഏറ്റെടുക്കുന്നു. 1997 ആപ്പിളിന്റെ സിഇഒ ആയി തിരിച്ചെത്തിയ ജോബ്സ്, തകർപ്പൻ അമാഗിന്റെ ആമുഖത്തോടെ കമ്പനിക്ക് പുതിയ ജീവൻ നൽകി. ജോബ്സ് ഐപോഡ് ഉപയോഗിച്ച് ലോകത്തെ ആകർഷിക്കുന്നു. ഇത് സംഗീത വ്യവസായത്തിൽ എന്നേക്കുമായി വിപ്ലവം സൃഷ്ടിക്കുന്ന ഗെയിം മാറ്റുന്ന നവീകരണമാണ്. ഐഫോണിനൊപ്പം, ജോബ്സ് ഒന്നിലധികം ഉപകരണങ്ങളെ ഒന്നായി ലയിപ്പിക്കുന്നു. ഞങ്ങൾ ആശയവിനിമയം നടത്തുന്ന രീതി എന്നേക്കുമായി മാറ്റുകയും പുതിയ വ്യവസായ മാനദണ്ഡങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുന്നു. ജോബ്സിന്റെ ആരോഗ്യ പോരാട്ടങ്ങൾ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള സംഭാവനകൾ തലമുറകളെ പ്രചോദിപ്പിക്കുന്നു, ലോകത്ത് മായാത്ത മുദ്ര പതിപ്പിക്കുന്നു. 2011 ഒക്ടോബർ 5 സ്റ്റീവ് ജോബ്സ് അന്തരിച്ചു, നവീകരണത്തിന്റെ ഒരു പാരമ്പര്യം അവശേഷിപ്പിച്ചു. സാങ്കേതികവിദ്യയിലും രൂപകൽപ്പനയിലും അദ്ദേഹത്തിന്റെ സംഭാവനകൾ തലമുറകളെ സ്വാധീനിക്കുന്നത് തുടരുന്നു. ആപ്പിൾ ഒരു ആഗോള സാങ്കേതിക ഭീമനായി തുടരുന്നു.